നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. കുറച്ചധികം തിരക്കായി പോയി എന്നതാണ് സത്യം. വ്യക്തിപരമായ തിരക്കുകളും ബിസിനസ് സംബന്ധമായ തിരക്കുകളും എല്ലാം കൂടി ആയപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കടുത്ത അസൗകര്യം ഉണ്ടായി. ഈ ഒരു സമയത്ത് ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റി എന്നൊക്കെ അന്വേഷിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അബ്ദുൽ ഗഫൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിലൂടെ അദ്ദേഹം ചില സംശയങ്ങളാണ് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതിൻ്റെ ഉത്തരം പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി അറിയേണ്ടതാണ് എന്നും തോന്നി. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യുകയാണ്. ആദ്യം അബ്ദുൽ ഗഫൂർ അയച്ച മെസ്സേജ് വായിക്കട്ടെ. സാർ, എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണ്. മലപ്പുറം ജില്ലയിലാണ് എൻ്റെ വീട്. എനിക്ക് മോശമല്ലാത്ത മാസവരുമാനമുണ്ട്. മാസം 30,000 രൂപ വീതം SIP രീതിയിൽ നിക്ഷേപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലയിടങ്ങളിലും ഞാൻ കാണുകയുണ്ടായി SIP ചിലപ്പോഴൊക്കെ നഷ്ടമായി പോകും എന്ന്. ചിലരൊക്കെ പറയുന്ന കേട്ടു എല്ലാവർക്കും SIP ചെയ്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊക്കെ. ശരിക്കും എന്താണ് സാർ ഇതിൻ്റെ സത്യാവസ്ഥ? എനിക്ക് മാസം 30,000 രൂപ വീതം SIP ചെയ്ത് നല്ല ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഒരു SIP സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ മാസവും നമ്മുടെ ആ SIP എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടായിരിക്കണം. ഇനി വരുമാനം മാത്രം മതിയോ? പോരാ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും അബ്ദുൽ ഗഫൂറിനുണ്ട്. നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരുവിധ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്ന ഒരു ചെറിയ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളെ ചെറുതായിട്ടൊന്ന് ബോറടിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കണം. അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിന് 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലായിരിക്കണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടു ഇന്ന ഫണ്ടൊക്കെ നല്ലതാണ് എന്നാൽ പിന്നെ ആ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കാം. നോ, ഒരിക്കലും അങ്ങനെയല്ല. ഒരു കാര്യം കൂടിയുണ്ട്, മനസ്സിലാക്കി വെക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ SIP ഒക്കെ ലോങ് ടൈമിലേക്കുള്ളതാണ്. ഒരു 5 കൊല്ലത്തിന് മുകളിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളോ ഉപയോഗിക്കാം ഷോർട്ട് ടൈമിലേക്ക്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പാടില്ല. ഇനി ഇതിൻ്റെയും അപ്പുറത്തേക്ക്, അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഒരു SIP ചെയ്ത് വിജയിക്കണമെങ്കിൽ, നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നിർബന്ധമായിട്ടും 3 സംഗതികൾ നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കണം. ഈ 3 സംഗതികൾ നിങ്ങളുടെ ഒപ്പം ഇല്ല എങ്കിൽ നിങ്ങളുടെ SIP ഒരു ദുരന്തമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാൽ ഈ 3 സംഗതികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സംഗതി ഇതാണ്, ഗോൾ. നമ്മൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഗോൾ ഉണ്ടായിരിക്കണം. ഒരു വീട് പണിയുക എന്നതാകാം, അല്ലെങ്കിൽ വീട് മേടിക്കുക എന്നതാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, അതുപോലെ റിട്ടയർമെന്റ് ആവാം. എന്ത് ആയിക്കൊള്ളട്ടെ, നിർബന്ധമായിട്ട് എന്ത് വേണം? ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് ആവശ്യത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ആവശ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇനി എത്ര വർഷങ്ങളുണ്ട്, അന്ന് എത്ര രൂപ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വരും എന്നൊക്കെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം SIP എമൗണ്ട് പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ എത്ര രൂപയുടെ SIP ആണ് മന്ത്ലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വർഷാവർഷം അത് ടോപ്പപ്പ് ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര % വെച്ചാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗോൾ ഇല്ലാത്ത യാത്രകൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ ഒരിക്കലും വിജയിക്കില്ല എന്ന കാര്യം ഓർക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചുമ്മാ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ കയറി ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കി ഏതെങ്കിലുമൊക്കെ ഫണ്ടിലേക്ക് വെറുതെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്തില്ല, ഒരു ഗോളും ഇല്ല, ഒന്നുമില്ല. അവരുടെ SIP ഒക്കെ എന്താണ്, അധികം വൈകാതെ തന്നെ അവസാനിക്കുകയും ചെയ്യും. ഇവരൊക്കെയാ പറയുന്നത് SIP ഒന്നും ചെയ്യരുത്, മണ്ടത്തരവാന്നൊക്കെ പറയുന്നത് ഇത്തരക്കാരാണ്. അപ്പോൾ ഗോൾ സെറ്റ് ആയല്ലോ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, ഡിസിപ്ലിൻ, അച്ചടക്കം.
അപ്പോൾ നമ്മൾ ഗോൾ ഒക്കെ ഫിക്സ് ചെയ്ത് അതിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യാത്രയിലുടനീളം നമ്മൾ തികഞ്ഞ അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് നിക്ഷേപിക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ SIP എമൗണ്ട് എല്ലാ വർഷവും ഇത്ര % വെച്ച് ടോപ്പപ്പ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ടോപ്പപ്പ് ചെയ്യണം. അങ്ങനെ തന്നെ വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി. ഇനി ഇടയ്ക്ക് വെച്ച് വഴി മാറി പോകരുത്, ലക്ഷ്യം മാറ്റരുത്. വിക്രമൻ ഒരു SIP സ്റ്റാർട്ട് ചെയ്തത് റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു വലിയ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. SIP സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, കാറ് വാങ്ങണം. കാറ് വാങ്ങാനുള്ള പണം എവിടുന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്? ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയുള്ളതാ? റിട്ടയർമെന്റിന് വേണ്ടിയുള്ളതാ. അങ്ങനെ ലക്ഷ്യം മാറ്റിക്കഴിഞ്ഞാൽ ശരിയാകുമോ? ശരിയാവില്ല. കാറ് വാങ്ങണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫണ്ട് വേറെ കണ്ടെത്തണം. അതിനെ ഒരു ഗോളാക്കി വെച്ച് വേറെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കണം. അപ്പോൾ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടാകണം ഒരു നല്ല ഇൻവെസ്റ്റർക്ക്. ഇനി മൂന്നാമത്തെ സംഗതി മറ്റൊന്നുമല്ല, പേഷ്യൻസ്, ക്ഷമ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യും എന്നൊക്കെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ആണോ എന്നാണ് എൻ്റെ ഒരു ചെറിയ സംശയം. നമ്മളിപ്പോൾ ഒരു SIP ആരംഭിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്ര എപ്പോഴും സുഖകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. കൊടുങ്കാറ്റും പേമാരിയും ദുർഘടമായ പാതകളും കുത്തനെയുള്ള കയറ്റങ്ങളും കുത്തനെയുള്ള ഇറക്കങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ വളരെ ക്ഷമയോടുകൂടി നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യരുത്? പേടിച്ചോടുകയോ യാത്ര പകുതി വഴിക്ക് അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴായിരിക്കും എന്തുണ്ടാവുക? മാർക്കറ്റിൽ വലിയ കറക്ഷൻ ഉണ്ടാകുക. അപ്പോഴത്തേനും മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വരും, മാർക്കറ്റ് ഇടിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ. ഇത് കണ്ട് പേടിച്ച് ഇൻവെസ്റ്റ്മെന്റ് നിർത്തുക, പിൻവലിക്കുക ഒന്നും ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യേണ്ടേ? മാർക്കറ്റ് ഇടിയുന്ന അവസരങ്ങളിൽ സാധിക്കുമെങ്കിൽ SIP എമൗണ്ട് വർദ്ധിപ്പിക്കുക. കൂടുതൽ തുക കയ്യിലുണ്ടെങ്കിൽ അത് ലംസമായിട്ട് അതത് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ കൂടുതൽ യൂണിറ്റുകൾ പെട്ടിയിൽ വീഴ്ത്തുക. നമ്മുടെ SIPയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? കോമ്പൗണ്ടിങ് ആണ് കേട്ടോ. കോമ്പൗണ്ടിങ്ങിലൂടെയാണ് നമുക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാകുക. ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഗതി ശരിയായ രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സമയം കൊടുക്കണം. തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ആ ഒരു നിശ്ചിത സമയം എടുത്ത് മാത്രമേ കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എങ്കിലും ഈ 3 സംഗതികൾ നിർബന്ധമായിട്ടും കൂടെ വേണം. എന്തൊക്കെയാണ്? ഗോൾ, ഡിസിപ്ലിൻ, പേഷ്യൻസ്. ഇവ 3 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.